السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ഞാൻ വളരെ കാലികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലാണ്. പ്രത്യേകിച്ച് ഖുർആനിൽ അള്ളാഹു ആണയിട്ട് പറഞ്ഞ വൽ ഫജ്ർ വലയാലിൻ അഷ്ർ, പ്രഭാതം കൊണ്ട് സത്യം, അതുപോലെ 10 രാത്രികളെ കൊണ്ട് സത്യം. ഇവിടെ 10 രാത്രി വലയാൽ അഷ്ർ എന്നതിൽ ആധിക്യം വരുന്ന മുഫസ്സിറുകൾ ദുൽഹജ്ജ് 10 ദിവസങ്ങളാണെന്ന് പറഞ്ഞതാണ്. 10 ദിവസങ്ങൾ 10 രാത്രികൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ദിവസം അതാണ്. അവ്വാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ ലഖബുണ്ട് ഖുർആൻ. നമ്മൾ ഈ ദിനങ്ങളിലേക്ക് നമ്മൾ ശുദ്ധീകരിക്കാൻ, നമ്മൾ മനസ്സിലാക്കാൻ, നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ, നമ്മുടെ ത്യാഗവും സമർപ്പണമൊക്കെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കൽപ്പനകളാൽ പരീക്ഷണവിധേയമാക്കി. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന വഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷണവിധേയമായിക്കൊണ്ട് എത്രയോ കൽപ്പനകൾ നൽകി. അതിന് ഫസ്റ്റുകൾ 10 കൽപ്പന, 30 കൽപ്പനയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകിയ എല്ലാ കൽപ്പനകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൂർത്തീകരിച്ചു. ഫഅതമ്മഹുൻ, എല്ലാം. അതിൽ മകൻ ഇസ്മായിൽ നബിനെ അറുക്കാനുള്ള സ്വപ്നവും അറുക്കാനുള്ള ശ്രമവും, അതുപോലെ തന്നെ കഅബ പുനഃസ്ഥാപിക്കലും, ഹാജറ അലൈഹി ഇസ്ലാമിനെ മക്കത്ത് കൊണ്ടാക്കിയതും, അത് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ സമർപ്പണങ്ങൾ, എന്തൊക്കെയുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൽപ്പിച്ച കൽപ്പനകൾ അതൊക്കെ പൂർത്തീകരിച്ചു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ലോകത്തിൻ്റെ നേതാവാക്കി മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംസ്കരിക്കേണ്ട 10 ദിവസമാണ്. ഈ 10 ദിവസം നമ്മളൊക്കെ അമലു സ്വാലിഹാത്തായി നമ്മൾ മുന്നേറണം. ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങളാണ്. അതിൽ നോമ്പുണ്ട്, അതുപോലെ നമസ്കാരം, ദിക്ർ, രാത്രി തഹജ്ജുദ് നമസ്കരിക്കൽ, ഖുർആൻ പാരായണം, സ്വലാത്ത്, തൗബ, ഇസ്തിഗ്ഫാർ. പ്രത്യേകിച്ച് നോമ്പിൽ 9ാമത്തെ യൗമുൽ അറഫയിൽ ബന്ധപ്പെട്ട നോമ്പ് സുന്നത്ത് മുഅക്കദാണ്. അത് എന്താണ്? മുൻകഴിഞ്ഞ കുറ്റവും വരാൻ പോകുന്ന കുറ്റവും അള്ളാഹു പൊറുത്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്ത നോമ്പാണ്. അതുപോലെ തന്നെ മറ്റ് എന്താണ് ആരാധനാകർമ്മങ്ങൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉളുഹിയെ പറ്റി പഠിക്കുമ്പോൾ ആ ഉളുഹിയ ആര് പഠിപ്പിച്ചു തന്നു? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ത്യാഗം ഓർത്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം അറുക്കുന്നു എന്നുള്ള നിയത്താണല്ലോ ഉളുഹിയുള്ളത്, അല്ലേ? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞ ലഖബുകളിൽ കുറേ ലഖബുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. ഒന്ന് ഇമാം, ഇന്ന് ജാഇലുക ലിന്നാസി ഇമാമ, ഇമാമ്, അതുപോലെ ഖലീൽ, അവ്വാഹ്, ഹലീം, ഇങ്ങനെ എത്രയോ, ഹനീഫൻ മുസ്ലിമൻ. അപ്പോൾ ഹനീഫൻ മുസ്ലിമായിക്കൊണ്ട്, റജുവായ മുസ്ലിമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹനീഫൻ മുസ്ലിമായിക്കൊണ്ടെന്ന് ഖുർആൻ പറഞ്ഞത്. എന്താണ് ഹനീഫ്? ഒരു കുഫറിലും ഷിർക്കിലും ചായ്വില്ലാതെ യഥാർത്ഥ പരിശുദ്ധമായ നല്ല തൗഹീദുള്ള യഥാർത്ഥ മുസ്ലിം, പാരമ്പര്യ മുസ്ലിമല്ല, യഥാർത്ഥ മുസ്ലിം. നമ്മളതല്ലേ അള്ളാഹുവിന് മുമ്പിൽ നമസ്കാരത്തിൽ നമ്മളെടുക്കുന്ന കരാർ? എന്താണ്? നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തു എന്ന് പറയുന്നില്ലേ നമ്മൾ? വജ്ജഹത്തിലുള്ള അത് ഖുർആൻ്റെ ആയത്തിൻ്റെ ഇതാണ്. ഖുർആനിൽ വന്ന ആയത്തുകളാണ് അതൊക്കെ. വജ്ജഹത്തു വജ്ഹില്ലദീ ഫതറസ്സമാവാതി വൽ-അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ അള്ളാഹുവിൽ തിരിഞ്ഞിരിക്കുന്നു. വജ്ജഹത്തു, എൻ്റെ മുഖത്തെ ഞാൻ പരിപൂർണമായും അള്ളാഹുവിലേക്ക് ഇസ്തിസ്ലാം, സബ്മിറ്റായിട്ടിരിക്കുന്നു. ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു, അള്ളാഹുവിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഋജുവായ മുസ്ലിമായിക്കൊണ്ട്, സാധാരണ മുസ്ലിമല്ല. അതാണ് ഹനീഫ്. ഹുനഫ, ഹനീഫ് എന്താണ്? അൽ മായ് അൽ ഹഖ്, ഹക്കിലേക്ക് പരിപൂർണമായും ചാഞ്ഞുകൊണ്ട്, എല്ലാ കുഫറിനെയും വെടിഞ്ഞുകൊണ്ട്. കുഫറും ഷിർക്കും ഭൗതികവാദവും പ്രത്യയശാസ്ത്രങ്ങളും
കമ്മ്യൂണിസവും ലിബറലിസവും അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായിട്ടുണ്ട് ഞാൻ എന്ന് അള്ളാഹിന് മുമ്പിൽ നമ്മൾ കിടറ പുതുക്കുകയാണ്. അപ്പം നമ്മളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ അകത്ത് കടന്നു കൂടിയിട്ടുള്ള എല്ലാ മലീമസമായ അൽ ഇസ്തിഖ്റാജ്, അൽ ഖബായിസ്, അൽ യഖീൻ അൽ ഫാസിദ മിൻ ഖുലൂബിന വ ഇദ്ഖാൽ അൽ യഖീൻ സാദിഖ്, സത്യം യഥാർത്ഥ വിശ്വാസം അകത്തേക്ക് കയറ്റണം. അതിന് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ മുവഹിദീങ്ങളാകണം, യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്ജലമായ അദ്ദേഹത്തിൻ്റെ വിപ്ലവത്തിലൂടെ ഏതാണ്ട് നമുക്കറിയാം AD ബിഫോർ ക്രൈസ്റ്റ് 3000 ആ സമയത്താണല്ലോ 3000. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ ഇറാഖിൽ ജനിക്കുന്നത്. ആ ഇറാഖിൻ്റെ ചുറ്റുഭാഗത്തുള്ള മെസ്സപ്പൊഡിയം സംസ്കാരത്തെ മൊത്തം മാറ്റിയെടുത്ത് തൗഹീദിലൂടെ മാറ്റിയെടുത്തു. ആ സംസ്കാരം ഉണ്ടായിരുന്ന എല്ലാ മലീമസമായ ആശയങ്ങളെയും ആദർശങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒറ്റ വ്യക്തി, ഒരു സമൂഹമെന്ന് ഖുർആൻ ഉദ്ധരിച്ച് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സമൂഹം എന്നുള്ള ഒരു ഉമ്മത്ത് നിലക്ക് ഒരു സമൂഹമായി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വ്യക്തിയെ ഖുർആൻ പറഞ്ഞത് ഒരു സമൂഹമായി അദ്ദേഹം ചെയ്തതാണ്. അത്രത്തോളം ത്യാഗോജ്ജലമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലേ. അതിലൂടെ ആ സമൂഹത്തെ മാറ്റിയെടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകം പറ്റിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ നിന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഹാജറ അലൈഹി ഇസ്ലാമിനെയൊക്കെ ഓർത്തുകൊണ്ട് അവരുടെ ത്യാഗങ്ങളും, ആ ത്യാഗമാണല്ലോ ഹജ്ജ്. ആ ഹജ്ജിലുള്ള നമ്മുടെ പ്രത്യേക ദിവസങ്ങൾ യമുൽ തർവിയ അല്ലേ, ശുദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ യമുൽ അറഫയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ട ദിവസം യമുൽ തർവിയ, യമുൽ അറഫ, യമുൽ നഹർ, യമുൽ ഖാർ, യമുൽ അയ്യാമു തശ്രീഖ്, ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ആ മനാസിക്കിൻ്റെ പേരാണ്. അദ്ദേഹത്താൽ പഠിപ്പിക്കപ്പെട്ട മനാസിക്കിൻ്റെ പേര്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് യഥാർത്ഥ ഇബ്രാഹിംവൽക്കരിക്കുക. എല്ലാ ആണുങ്ങളും ഇബ്രാഹിം ആവുക, എല്ലാ മക്കളും ഇസ്മായിലാവുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിപൂർണ്ണമായി ശിരസാവഹിച്ച് ഇസ്മായിൽ നബി ആവുക. അതിന് സഹായകമായിട്ടുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ മാറുക. അതാണ് ഹാജറയുടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ നിലക്ക് പരിപൂർണ്ണമായി നമ്മൾ മാറേണ്ട 10 ദിവസം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉളുഹിയ്യ, ഈ ഉളുഹിയ്യ ഫസല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹുവിനെ നമസ്കരിക്കുക, അള്ളാഹുവിനെ ഇറക്കുക. ലോകത്ത് എന്താണ് ഈ ബലിക്രമം എന്നുള്ള ആശയം എല്ലാ മതങ്ങളിലുമുണ്ട്. നരബലി പോലും ഉണ്ടായിരുന്നു. ഹൈന്ദവ ദർശനങ്ങൾ നരബലി പോലുമുണ്ട്. ഹൈന്ദവ ദർശനങ്ങൾ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും, അവരുടെ വേദങ്ങൾ കാണാൻ സാധിക്കും. എന്താണ്, എത്രയോ പശുക്കളെയും പോത്തുകളെയും അവർ കൊന്നൊടുക്കിയിരുന്നു. എന്തിനു വേണ്ടി? ഈ ബലിക്ക് വേണ്ടി. എന്നിട്ട് അതിനെ ചുട്ട് കരിക്കും. എന്നിട്ട് അവർ വിശ്വാസം അനുസരിച്ചുള്ള ദൈവിക സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പ്രതിപുരുഷന്മാർക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? അത് നേർച്ച ചെയ്യും. ഇങ്ങനെ വിശുദ്ധമായ വൃത്തികെട്ട ആശയത്തെ അതിന് പകരം വെച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന് തൗഹീദിൻ്റെ കൂടെയുള്ള ഇസ്ലാമിന് തൗഹീദ് പുനഃസ്ഥാപിക്കാനുള്ള അള്ളാഹുവിന് വേണ്ടി മാത്രം മറക്കൽ, അള്ളാഹുവിന് വേണ്ടി എൻ്റെ വനുസുഖി, എൻ്റെ എല്ലാ ആരാധന കർമ്മങ്ങളും, എൻ്റെ ബലി, ഞാൻ എൻ്റെ നേർച്ചയെല്ലാം അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആടുമാടുകളെ അള്ളാഹുവിന് വേണ്ടി മാത്രം അറുത്തുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചവർക്ക് വിധിച്ചു കൊടുക്കുക പ്രത്യേക ദിവസങ്ങളിൽ. അതാണ് ഉളുഹിയ്യ. ആ ഉളുഹിയ്യ നമ്മൾ ചെയ്യുക. അതും സുന്നത്ത് മുഅക്കദാണ്, ഹനഫി മദ്ഹബിൽ വാജിബാണ്. അങ്ങനെ അറുക്കാൻ നമ്മൾക്ക് അള്ളാഹു ഭാഗ്യം തന്നാൽ നമ്മളത് ഉളുഹിയ്യ ചെയ്താൽ ആ ഉളുഹിയ്യയുടെ ഇറച്ചി 3 തഖ്സീം ചെയ്യണം, സ്വന്തം കഴിക്കണം. കുലു വദ്ദഹിറു, തിന്നുക, അതിനെ നമ്മൾ എടുത്തു വെക്കാം, പാപം കത്തിച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ബായിസ് ഫഖീർ എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞ പാവങ്ങൾക്കും ആവശ്യമുള്ളവർക്കും ചോദിക്കാൻ മടിക്കുന്നവർക്കും എല്ലാം പാവങ്ങൾ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന് ദിവസങ്ങൾ എപ്പോഴാണ്? അത് നമുക്ക് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ യൗമുൻ നഹർ മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം വരെയുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തവർ ചെയ്യുക. അത് ബന്ധപ്പെട്ട മസ്അല പഠിച്ചുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അതിന് ബന്ധപ്പെട്ട മസ്അല പഠിച്ചുകൊണ്ട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ വിഹിതം, എങ്ങനെ ആയിരിക്കണം, ഒരു മാടിൽ എത്ര ആൾ കൂടം, 7 ഓഹരിയാണെങ്കിൽ അത് ഒരു മാട് തന്നെ ആയിരിക്കണം. കുറേ മാട് വാങ്ങിച്ചിട്ട് 7 അങ്ങനല്ലോ. ഈ മസ്അല പഠിച്ചുകൊണ്ട് ശരിക്കും അതിൻ്റെ യഥാർത്ഥ ഇൽമ് കരസ്ഥമായിക്കൊണ്ട് അമല് ചെയ്യുന്ന നല്ല ബോധമുള്ള ഹനീഫൻ മുസ്ലിമായി മാറാൻ വേണ്ടിയാണ് ഈ 10 ദിവസം. അതിന് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അമൽ സ്വാലിഹ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, തസ്ബീഹ് ചെയ്യണം, കൂടുതൽ നമസ്കരിക്കണം, കൂടുതൽ പാരായണം ചെയ്യണം. അതാണ് ഈ 10 ദിവസത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ലൈഫ ഹദീസ് കാണാൻ സാധിക്കും, മൻ അഹിയ ലയാലിൽ ഖംസ് അല്ലെങ്കിൽ അയാൽ അർബ, 4 രാത്രികൾ അല്ലെങ്കിൽ 5 രാത്രികൾ ഒരാൾ ജീവിപ്പിച്ചാൽ അവന് സ്വർഗം നിർബന്ധമായെന്നാണ്
ഹദീസ് ലൈഫാണ്, പക്ഷേ ഹദീസ് കൊണ്ട് അമൽ ചെയ്ത മുൻഗാമികളായ സലഫ് സ്വാലിഹ്യങ്ങളുണ്ട്. ഹദീസ് ലൈഫാണെങ്കിലും അമൽ ചെയ്യാം. മാത്രമല്ല മറ്റ് ചില ഹദീസുകൾ കൂടുമ്പോൾ അത് ഹദീസ് ഹസനായി മാറുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ യോമുൽ നഹറിൻ്റെ രാത്രിയിൽ, പെരുന്നാൾ രാത്രിയിൽ, അറഫയുടെ രാത്രിയിൽ, അതുപോലെ തന്നെ പിന്നെ മറ്റ് അയ്യാമത്ത് തശ്രീഖ് രാത്രികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കഴിവിൻ്റെ പരമാവധി ഈ 3 രാത്രിയും 4 5 3 രാത്രി വരുന്നത് ഈ ദുൽഹജ്ജ് 10 ദിനങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി മാക്സിമം നമ്മുടെ സമയത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളെ കുറ്റം പൊറുക്കുമാർ, അള്ളാഹ് നമ്മളെ സ്നേഹിക്കുമാർ, അള്ളാഹ് സ്വീകരിക്കുമാർ നല്ല വ്യക്തിയായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അതിന് നമ്മൾ ഈ ദുൽഹജ്ജ് 10 ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും ഈ പറയുന്ന എനിക്കും നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.